അല്ല, ആ ജനിക്കുന്ന ജീവന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. അതാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായത്? അല്ലാതെ ഞാൻ കുറെ പ്രാർത്ഥിക്കും, ഞാൻ ഗുരുവിന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, എനിക്ക് മുക്തി കിട്ടണം, എനിക്ക് മോക്ഷം കിട്ടണം, അവിടെയും സ്വാർത്ഥതയാണ്. മനസ്സിലായത്? നമ്മൾ ഈ കർമ്മത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഗുരു തരും, അല്ലെങ്കിൽ നമ്മുടെ ജീവനിൽ വന്ന് ചേരും. നമ്മൾ ഈ ഇവിടെ ജനിച്ചിട്ട് നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ പണമോ സ്വത്തോ സൗന്ദര്യമോ ഒരു സാധനം ഉണ്ടാവില്ല. നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഒറ്റ സാധനമുണ്ട്, പുണ്യവും പാവവും, കർമ്മദോഷവും സത്കർമ്മം ചെയ്തെങ്കിൽ അതിൻ്റെ ഒരു ഇത്. അങ്ങനെയുള്ള ബാങ്ക് ബാലൻസുമായിട്ടാണ്, ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ ജീവനിലുള്ള ആ ഒരു ബാങ്ക് ബാലൻസുമായിട്ടാണ് നമ്മളിവിടെ പോകാൻ പറ്റുള്ളൂ. അതാണ് ഗുരു പറഞ്ഞു തന്നത്. അങ്ങനെ മുക്തിയും മോക്ഷം കിട്ടണമെങ്കിൽ മോക്ഷം അതെല്ലാം കിട്ടണമെന്നാണ് പറഞ്ഞു, അല്ലേ? പക്ഷെ ഇന്ന് കാണുന്ന എന്തുകൊണ്ടാണ്? ഗുരുവിന്റെ ആശയത്തെ ഇത്രയും മലീമനസ്സമാക്കിയിട്ട് പോലും ഒരു ആൾക്ക് പോലും വിഷമമില്ലെന്നുള്ളതാണ്. ഗുരുവിന്റെ കൂടെ നിന്ന കുറെ ആൾക്കാർക്ക് മാത്രമേ അതിന് വിഷമമുള്ളൂ. പിന്നെ ഒരു കാര്യം സത്യമാണ്, കാരണം എന്ന് വെച്ചാൽ ഗുരുവിന്റെ കൂടെ നിന്നവർക്കാണ് ഇന്ന് സംഭവിച്ച അപജയം തിരിച്ചറിയാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഇതിനൊരു അപജയം സംഭവിച്ചിരിക്കുന്നത്? അതേസമയത്ത് ഗുരുവിന്റെ ദേഹവിയോഗ ശേഷം വന്നവരൊക്കെ ഇവരാണ് ഗുരു എന്നുള്ള പാണന്മാരുടെ പാട്ട് കേട്ട് ഇവരെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും അല്ലാതെ കസേരകൾക്ക് വേണ്ടിയും സുഖലോലുപതയ്ക്ക് വേണ്ടിയും എല്ലാം. മനസ്സിലായി? പണമുള്ളവന് ഒരു നീതി, പണമില്ലാത്തവന് വേറൊരു നീതി. പണമുള്ളവനെ പറ്റിച്ചു കഴിഞ്ഞാൽ അവനെ ചണ്ടിയാക്കി കഴിയുമ്പോൾ വേറൊരു നീതി. ദൈവത്തെ ഓർത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വിശ്വാസ സമൂഹത്തിനോട് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ അമിതമായിട്ട് ഇവിടെ കൊണ്ടു സമർപ്പിക്കരുത്. ഗുരുവിന്റെ പേരിലെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണമൊക്കെ ഇവരെ സ്വത്ത് ഇവരുടെ പേരിലേക്ക് മാറ്റും. ഒന്നുകിൽ ഇവരുടെ പേരിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ആ വസ്തുക്കളൊക്കെ ഇവർ വിറ്റിട്ട് ഇവരുടെ പേരിലേക്ക് ആ പണം മാറ്റും. എടുത്തു നോക്കിക്കോ, എത്ര വസ്തുക്കളാണ് നമ്മൾ വിറ്റേക്കണമെന്നറിയോ? എത്ര സ്ഥാപന ജംഗമ വസ്തുക്കൾ, എത്ര ബിസിനസ് സ്ഥാപനങ്ങളാണ് നമ്മുടെ തകർത്തേക്കണമെന്നറിയോ? കാരണം ഇവർക്ക് അതിനൊന്നുമല്ല താല്പര്യം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊന്നുമല്ല. ഇതിന്റെ തലപ്പത്ത് കയറി ഇരുന്നിട്ട് ഈ അധികാരത്തിൽ ഇവരുടെ സുഖലോലുപതയും സ്വാർത്ഥ താല്പര്യം നടപ്പിലാക്കണം. അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ അടുത്തത് അപ്പോ ഗുരു സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്തായാലും നടപ്പാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, ഏകദേശം 25 വർഷം കഴിഞ്ഞാൽ അത് നടപ്പിലായിരിക്കും. അതൊക്കെ ആരൊക്കെ വളച്ചൊടിച്ചാലും ആരൊക്കെ വെള്ളം ചേർത്താലും അതിൽ വിഷം ചേർത്താലും അതെല്ലാം പവിത്രമായിട്ട് നാളെ ഒരു കാലത്ത് ഗുരു പറഞ്ഞ എല്ലാം നടപ്പിലാവും. കാരണം ഇതിനൊരു അപജയം വരണമെങ്കിൽ ഈ സമയത്തെ വരാൻ പാടുള്ളൂ. ഗുരുവിനെ കണ്ട, ഗുരുവോടൊത്ത് സഹവസിച്ച, ഗുരുവിനോടൊത്ത് ജീവിച്ച, ഗുരുവിന് വേണ്ടി ജീവിച്ച അങ്ങനെയുള്ളവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഇതിനൊരു അപജയം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാവുകയും അത് തിരുത്തപ്പെടുകയും വേണം. മനസ്സിലായോ? ഗുരു